ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നാളെ എക്സാം എഴുതാൻ പോകുന്ന +1 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒപ്പീനിയനിൽ ഷുവർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ കുറച്ച് ഈസി ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഷുവർ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമുക്ക് പോയറ്റിക് ഡിവൈസസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹു ഇസ് ദി ഓത്തർ ഓഫ് ദ പർട്ടിക്കുലർ പോയം എന്ന് ചോദിച്ചതിന് ശേഷം നമുക്ക് പോയറ്റിക് ഡിവൈസസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഏറ്റവും കോമൺ ആയിട്ട് അതിൽ നിന്ന് ചോദിച്ചേണ്ടിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെത്ത് ലേസ് ഇസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്, ഇവിടെ പേഴ്സോണിഫിക്കേഷൻ. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്നുള്ള ലൈനിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്സിമോറോൺ. ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം, ഇവിടെ പേഴ്സോണിഫിക്കേഷൻ. സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ, മെറ്റോണിമി. സ്കൈത്ത് ആൻഡ് സ്പേറ്റ്, മെറ്റോണിമി. വിക്ടർ വിക്ടിം ബ്ലീഡ്സ്, ഓക്സിമോറോൺ. അപ്പോൾ വാട്ട് ഇസ് പേഴ്സോണിഫിക്കേഷൻ? ജീവനില്ലാത്ത ഒരു സംഭവം, അതിന് ഹ്യൂമൻസ് ചെയ്യുന്ന ക്വാളിറ്റി കൊടുക്കുന്നു, അതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്സ് അടുത്തടുത്ത് വരുന്നത്. ഇപ്പോൾ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ഓപ്പോസിറ്റ്സ് ആണ്. ഗുഡ് ബാഡ്, ഷോർട്ട് ലോങ്, അങ്ങനെ ഒക്കെ വരുമ്പോൾ അവിടെ ഓപ്പോസിറ്റ്സ് അടുത്തടുത്ത് വന്ന് ദാറ്റ് ഇസ് ഓക്സിമോറോൺ. ദെൻ മെറ്റോണിമി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു ആളെ പറ്റി പറയുന്നില്ല. ഇപ്പോൾ ടീച്ചർ എന്ന് പറയുന്നില്ല, പക്ഷേ ടീച്ചർ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ബോർഡ് പറയുന്നു. അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയാതെ സ്റ്റെതസ്കോപ്പ് പറയുന്നു. അങ്ങനെയാണ് ദാറ്റ് ഈസ് കോൾഡ് മെറ്റോണിമി. അപ്പോൾ പോയറ്റിക് ഡിവൈസസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ നെയിം ദ പോയം ആൻഡ് പോയറ്റ്. പോയട്രിയുടെ പേര്, ഒരു സ്റ്റാൻസ് അല്ലെങ്കിൽ 2-3 ലൈൻസ് തന്നിട്ട് ഈ ഒരു പോയം ആരെഴുതിയതാണ്, അല്ലെങ്കിൽ പോയമിൻ്റെ പേരെന്താണ്, അത് ചോദിക്കാം. അപ്പം നമുക്ക് നാളത്തെ എക്സാമിനുള്ളത് ഡെത്ത് ലെവലർ, ജെയിംസ് ഷേർലി, ഇഫ്, റുഡിയർഡ് കിപ്ലിംഗ്, സൺറൈസ് ഓൺ ദ ഹിൽസ്, H.W. ലോങ്ഫെല്ലോ, റെക്ക് ഓഫ് ദ ടൈറ്റാനിക്, ബെഞ്ചമിൻ പെക്കേൽ. ഇത്രയും പോയംസ് ആണുള്ളത്. അതുപോലെ തന്നെ ഒരു ചാപ്റ്റേഴ്സും ആരാണ് എഴുതിയിരിക്കുന്നത്, ചാപ്റ്ററിൻ്റെ പേരും പഠിക്കുക. ഇത് പോയംസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇങ്ങനെ തന്നെ നോക്കാം. ദെൻ പ്രൊഫൈൽ റൈറ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ചോദ്യമാണ്. ഗ്രാമർ എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഗ്രാമറിൽ ഇഫ് ക്ലോസസ് എക്സ്പെക്റ്റ് ചെയ്യാം. കൊഹസീവ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ മറ്റേ അതർവൈസ്, മോർ ഓവർ, ഫെർദർ മോർ, ആസ് എ റിസൾട്ട്, ഹവവർ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട്. ഫില്ല് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്. അതാണ് കൊഹസീവ് ഡിവൈസസ് ചോദിക്കാം. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ആക്റ്റീവ് വോയിസ് തരും, പാസീവിലേക്ക് മാറ്റാനായിട്ട് ചോദിക്കാം. ദെൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇഫ് ക്ലോസസും കൊഹസീവ് ഡിവൈസസും ആണ്. പിന്നെ ഒരെണ്ണമുണ്ട്, ഈ ഹാസ്, ഹാവ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. ദെൻ ലെറ്റർ ടു ദ എഡിറ്റർ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫോർമാറ്റ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാം. ലെഹോള ബലൂണിൻ്റെ ടേക്ക് ഓഫോ, ടേർട്ടിൽ കോളിംഗ്, അത് ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാം. എസ്സേ ചോദിക്കാം. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യയിൽ നിന്ന് എസ്സേ എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്പീച്ച് എക്സ്പെക്റ്റ് ചെയ്യാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ദെൻ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. മാഗിയും സെറാങ്ങും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പലവരുടെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യങ് സീഗളിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട്. മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏതാളുടെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാം. അത് നമുക്ക് അങ്ങനെ ഇന്ന ആളുടെ ഒരിക്കലും ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് മാഗിയുടെയും സെറാങ്ങിൻ്റെയാണ്. ദെൻ ഇമെയിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്രീസിയേഷൻ, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു പോയിട്രി തരും, അത് അപ്രീസിയേഷൻ എഴുതാം 8 മാർക്സിൻ്റെ. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നതാണ്. ഓക്കെ. പിന്നെ ഡിബേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ സപ്പോർട്ട് ചെയ്തും എഗെയിൻസ്റ്റും എഴുതണം. പിന്നെ ഇൻ്റർവ്യൂ ചോദിക്കാം. അതായത് നമുക്ക് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ചിലപ്പോൾ റെസ്പോൺസസ് എഴുതാൻ പറയാറുണ്ട്. ഒരു 4 മാർക്സിൻ്റെ 6 മാർക്സിൻ്റെ ഇത് എക്സ്പെക്റ്റ് ചെയ്യാം. കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. പ്രൊഫൈൽ റൈറ്റിംഗ് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഹിൻസ് തന്നിട്ടുണ്ടാകും, കോപ്പി ചെയ്ത് എഴുതാം. പ്ലസ് ഗ്രാമർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ദെൻ ഓരോ വർക്ക്സിൻ്റെ ഓതർ ആരാണെന്നുള്ളത് അത് ഈസി അല്ലേ, നമ്മളത് പേര് പഠിച്ചിട്ട് പോയാൽ മതി. ദെൻ പ്രിസൈസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. നമുക്ക് വലിയ ഒരു പാരഗ്രാഫ് തരും, അതിനെ ഷോർട്ടാക്കി എഴുതാം. അതായത് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം എടുത്തിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക. അതിന് 1 മാർക്കാണ് ഹെഡിങ് കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ വലിയൊരു പാരഗ്രാഫിനെ ഏറ്റവും ചുരുക്കി എഴുതുന്നതിനെയാണ് പ്രിസൈസ് എന്ന് പറയുക. ഇത് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും ഈ ഒരു ചോദ്യം.
അത് ഉണ്ടെങ്കിൽ നല്ല ഭാഗ്യമാണ്. അതങ്ങനെ തന്നെ കോപ്പി ചെയ്ത് എഴുതിയാൽ മതി. ഹെഡിങ് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. അതിന് 1 മാർക്കാണ് ഹെഡിങ്ങിന് കിട്ടുക. ഇതൊരു 6 മാർക്സിൻ്റെ 8 മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റനായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ ഫോർമാറ്റ്സ് എല്ലാത്തിൻ്റെയും ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഉറപ്പായിട്ടും ഫോർമാറ്റ്സ് പഠിച്ചിട്ട് പോയിട്ടേ കാര്യമുള്ളൂ. അതായത് ഒരു ഇംഗ്ലീഷ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോർമാറ്റ്സ് അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഫോർമാറ്റ്സ് പഠിക്കാം. ദെൻ ഗ്രാമറിൽ ഇഫ് എന്നുള്ള ആ ഒരു ഗ്രാമർ ഈസിയാണ്. അതിലും ആ 3 കണ്ടീഷൻസ് ശ്രദ്ധിച്ചാൽ മതി. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ വിൻ. ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ് ഐ വുഡ് സക്സീഡ്. ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഐ വുഡ് ഹാവ് സക്സീഡഡ്. കണ്ടോ, ഈ ഒരു സംഭവം പഠിച്ചു പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. ദെൻ അപ്രീസിയേഷൻ പുതിയൊരു പോയമാണ്, നമുക്ക് ഇതുവരെ അറിയാത്തൊരു പോയമാണ്, ആർക്കും അറിയാത്ത പോയമായിരിക്കും. അപ്രീസിയേഷൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കി അത് എഴുതാനാണെങ്കിൽ അതും ഓക്കെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.